മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് പാലക്കാടും പാണ്ടിക്കാടും NIA റെയ്ഡ്. മനുഷ്യാവകാശ പ്രവർത്തകൻ CP റഷീദ്, CP ഇസ്മായിൽ എന്നിവരുടെ വീടുകളിലാണ് ഹൈദരാബാദിൽ നിന്നുള്ള NIA സംഘം റെയ്ഡ് നടത്തിയത്. പാണ്ടിക്കാട് നിന്ന് ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി, പുരോഗമന യുവജന പ്രസ്ഥാനം എന്നിവയുടെ നോട്ടീസുകളും ലഘുലേഖയും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. ഇക്ബാൽ അറക്കൽ ചേരുന്നു വിവരങ്ങളുമായി. ഇക്ബാൽ, ഒരു ബ്രേക്കിംഗ് വാർത്തയാണ് ഇക്ബാലിൻ്റെതായി വന്നത്. ഈ NIA റെയ്ഡ് ഇപ്പോൾ എന്തിനാണ്? പ്രത്യേകിച്ച് സാമൂഹിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. റെയ്ഡ് ഇപ്പോഴും തുടരുകയാണോ? വിനീത, ഈ മാവോയിസ്റ്റ് ബന്ധം സംശയിക്കുന്ന ആളുകളുടെ വീട്ടിലാണ് ഇന്ന് ഹൈദരാബാദിൽ നിന്നുള്ള NIA സംഘം ഒരു പരിശോധന നടത്തിയത്. ഇതിന്റെ ഭാഗമായാണ് കേരളത്തിലും ഈ പരിശോധന നടന്നത്. ക്ഷമിക്കണം, മനുഷ്യാവകാശ പ്രവർത്തകരായ CP റഷീദിന്റെയും CP ഇസ്മായിലിന്റെയും വീട്ടിലാണ് കേരളത്തിൽ പരിശോധന നടന്നത്. ഇതിൽ പാലക്കാട് യാക്കരയിലുള്ള CP ഇസ്മായിൽ താമസിക്കുന്ന ഭാഗത്ത് ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് NIA സംഘം പരിശോധനയ്ക്കായി എത്തിയത്. ഇവിടെ നിന്നും അതുപോലെ തന്നെ പാണ്ടിക്കാടുള്ള CP റഷീദിന്റെ വസതിയിൽ നിന്നുമാണ് NIA സംഘം പരിശോധന നടത്തി വിവിധ സംഘടനകളുടെ ലഘുരേഖകളും അതുപോലെ തന്നെ നോട്ടീസുകളും പിടിച്ചെടുത്തത്. ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെയും അതുപോലെ തന്നെ പുരോഗമന യുവജന പ്രസ്ഥാനത്തിന്റെയും വിവിധ നോട്ടീസുകളും ലഘുലേഖകളും NIA സംഘം പിടിച്ചെടുക്കുകയായിരുന്നു. മാത്രമല്ല, CP റഷീദിന്റെ ഫോണും പാണ്ടിക്കാട്ടെ വീട്ടിൽ നിന്ന് ഈ സംഘം പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ചുകൊണ്ടാണ് ഇവർ രണ്ടുപേരുടെയും വീടുകളിൽ ഇന്ന് പുലർച്ചെ മുതൽ NIA സംഘം ഒരു പരിശോധന നടത്തിയത്. ഇവരുടെ വീടുകളിൽ മാത്രമല്ല, ഹൈദരാബാദിലുള്ള വിവിധ ആളുകളുടെ വീട്ടിലും ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ വീട്ടിലും NIA സംഘം ഒരു പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം പാലക്കാട്ടെ വിവിധ അധികൃതർക്ക് ലഭിക്കുന്നത്. പുലർച്ചെ 5 മണിയോടുകൂടി ഈ NIA സംഘം ഈ പാലക്കാടും പാണ്ടിക്കാടും എത്തുകയായിരുന്നു. പിന്നീട് ഈ മണിക്കൂറുകളോളമാണ് ഈ പരിശോധന നടന്നത്. 9 മണിവരെയാണ് CP ഇസ്മായിലിന്റെ പാലക്കാടുള്ള യാക്കരയിലുള്ള ഈ ഒരു താമസ സ്ഥലത്ത് പരിശോധന നടന്നതെങ്കിൽ 6 മണിക്കൂർ നേരമാണ് പാണ്ടിക്കാടുള്ള CP റഷീദിന്റെ വീട്ടിൽ പരിശോധന നടന്നത്. ഈ പരിശോധനയ്ക്കിടയിലാണ് ഇത്തരത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെയും അതുപോലെ തന്നെ പുരോഗമന യുവജന പ്രസ്ഥാനത്തിന്റെയും ലഘുലേഖകളും അതുപോലെ തന്നെ നോട്ടീസുകളും ഈ NIA സംഘം പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ചുകൊണ്ട് CP റഷീദിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഈ NIA സംഘം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. സഹോദരങ്ങളല്ലേ ഈ CP റഷീദ് ഉൾപ്പെടെ? വിനീത, അതെ, CP മൊയ്തീന്റെയും അതുപോലെ തന്നെ CP ജലീലിന്റെയും എല്ലാം സഹോദരങ്ങളാണ് ഇന്നിപ്പോൾ ഈ റെയ്ഡ് നടന്നിട്ടുള്ള ഈ CP റഷീദും അതുപോലെ തന്നെ ഈ CP ഇസ്മായിലും എല്ലാം. ഇവർക്കെതിരെ ഇവർക്കും മാവോയിസ്റ്റ് ബന്ധം ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്കെതിരെയും NIA ഒരു അന്വേഷണം നടത്തുന്നത്. അതായത് പ്രധാനമായും ഹൈദരാബാദിൽ നടന്ന ഒരു മാവോയിസ്റ്റ് അനുബന്ധ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇവരിൽ നിന്ന് ശേഖരിക്കാനാണെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇവർക്ക് കൃത്യമായി അറിയാം. ഹൈദരാബാദിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ്. ഇതിന്റെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് ഇവർ ഇവിടേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ മാവോയിസ്റ്റ് ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഉദ്യോഗസ്ഥർ കൊണ്ടുപോയിട്ടില്ല. പകരം ഇവർ ഇവിടെ നിന്ന് ഈ റെയ്ഡ് നടന്നിട്ടുള്ള ഈ പാണ്ടിക്കാട് നിന്നും പാലക്കാട് നിന്നും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെയും അതുപോലെ തന്നെ പുരോഗമന യുവജന പ്രസ്ഥാനം എന്ന് പറയുന്ന സംഘടനയുടെയും നോട്ടീസുകളും ലഘുലേഖകളുമാണ്. ഈ CP റഷീദിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റു വിവരങ്ങളൊന്നും ഈ പരിശോധനയ്ക്കിടയിൽ NIA സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട്ടും പാണ്ടിക്കാടുമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് NIA സംഘം. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.